നമ്മെ ഒരുപാട് വേദനിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്ത ആളുകൾക്ക് മാപ്പ് കൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ മനസ്സ് വരിക എന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒന്നല്ലടാ. പ്രബോധനത്തിന് വേണ്ടിയിട്ട് തായിഫിലേക്ക് ഹബീബായ തങ്ങൾ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു തരത്തിലും തങ്ങളെ സമാധാനത്തോടെ പ്രബോധനം നടത്താൻ സമ്മതിച്ചിരുന്നില്ല. വൃത്തികെട്ട പല വാക്കുകൾ കൊണ്ടും തങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളും വലിയ ആളുകളൊക്കെ ചേർന്നിട്ട് തുരുതുരാ തങ്ങൾക്ക് നേരെ കല്ലുകൾ എറിഞ്ഞിട്ട് തങ്ങളുടെ കാലിൽ നിന്നും ശരീരത്തിൽ നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും മാനസികമായും ശാരീരികമായും തളർന്ന തങ്ങൾ ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുമ്പോൾ ജിബ്രീൽ അടുത്ത് വന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അവർ തങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ തങ്ങൾ ഒരൊറ്റ സമ്മതം തരികയെന്നുണ്ടെങ്കിൽ തായിഫിന്റെ ഇരുവശങ്ങളിലെ ഈ 2 മലകളെ കൂട്ടി യോജിപ്പിച്ച് അതിനിടയിലുള്ള തങ്ങളെ ആക്രമിച്ച എല്ലാ മനുഷ്യന്മാരെയും ഈ നിമിഷം തന്നെ ഇല്ലായ്മ ചെയ്യാമെന്ന്. തന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ച മനുഷ്യന്മാരെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ഹബീബായ തങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തങ്ങൾ ജിബ്രീലിനോട് പറയുന്നൊരു കാര്യമുണ്ട്, വേണ്ട ജിബ്രീലെ, അവർക്കെല്ലാം പുറത്തു കൊടുത്തേക്കാം. ഏതേലും ഒരു കാലത്ത് അവരിൽ നിന്ന് ആരെങ്കിലും എന്നെ മനസ്സിലാക്കി വിശ്വസിച്ച് നമ്മിലേക്ക് കടന്നു വന്നാലോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മെ പല രൂപത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പൊറുക്കാൻ പറ്റാത്ത പല രൂപത്തിൽ നമ്മൾ ഇടങ്ങേറാക്കിയിട്ടുണ്ടാവും. എന്നാലും തങ്ങൾക്ക് പറ്റിയത്രയൊന്നും നമുക്കാർക്കും പറ്റിയിട്ടില്ലല്ലോ. പുറത്തു കൊടുക്കടാ എല്ലാ മനുഷ്യന്മാർക്കും.